ഈ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരുക, അല്ലെങ്കിൽ ഇരന്ന് തിന്നുന്നവനെ തുരന്ന് തിന്നുക എന്നൊക്കെ പണ്ട് കാർന്നോന്മാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതാണിപ്പോൾ നമ്മുടെ ചില പള്ളികൾ ചെയ്യുന്നത്. പറയുന്നതിൽ ഖേദമുണ്ട്, പക്ഷേ ദാറ്റ് ഈസ് എ ഫാക്റ്റ്. ഓസ്ട്രേലിയയിലെ ഒരു ഇടവകയിൽ നടന്ന സംഭവമാണ്. ഏതാണ് ഇടവക എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അവിടെ നമ്മുടെ വയനാട് ദുരന്തത്തിൽപ്പെട്ടവർക്ക് വേണ്ടി ഒരു ഫണ്ട് സമാഹരണം നടത്തി. സ്വാഭാവികമായും ജനങ്ങൾ കൈയൊഴിഞ്ഞ് സംഭാവന കൊടുക്കുമല്ലോ, നമ്മളങ്ങനെയാണല്ലോ. പക്ഷേ പള്ളിയിൽ അനൗൺസ് ചെയ്തത് $1300 മാത്രമാണ് സമാഹരിച്ചത് എന്നാണ്. അത്ര ചെറിയൊരു എമൗണ്ടാണോ നമ്മുടെ പള്ളിയിൽ സമാഹരിച്ചുള്ളൂ എന്ന് അപ്പോൾ ചിലർക്കൊരു സംശയം തോന്നി. സ്വാഭാവികമായിട്ടും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ചന്വേഷിച്ചപ്പോൾ അതിൽ കൂടുതൽ തുക കിട്ടിയിട്ടുണ്ട് എന്ന് ഉറപ്പായി. നല്ല വിളഞ്ഞ വിത്തുകളല്ലേ. അവർ ഉടനെ കൈക്കാരനെ വിളിച്ചു. സംഗതി പൊളിഞ്ഞു എന്ന് മനസ്സിലാക്കിയ കൈക്കാരൻ ഉരുണ്ട് കളിക്കാൻ തുടങ്ങി. അന്വേഷിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. അല്പം കഴിഞ്ഞ് കൈക്കാരൻ തിരിച്ചു വിളിച്ചു കേട്ടോ. അതിനുള്ള മാന്യത അദ്ദേഹം കാണിച്ചു. അദ്ദേഹം പറഞ്ഞു, അതേ, അതൊരു മണ്ടത്തരം പറ്റിയതാണ്. ടോട്ടൽ 6000 ചില്ലുവാനും ഉണ്ടായിരുന്നു. $6000 കിട്ടിയായിരുന്നു. പക്ഷേ വിളിച്ചു പറഞ്ഞപ്പോൾ അച്ഛൻ എമൗണ്ട് തെറ്റിപ്പോയതാണ്. ഇത് ഈ ഇടവകയിൽ മാത്രം സംഭവിച്ചു ഒന്നല്ല, മറ്റൊരു ഇടവകയിലും ഇത് തന്നെ സംഭവിച്ചു എന്നാണ് പറയപ്പെടുന്നത്. ഇത് പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്നതിന് തുല്യമല്ലേ? നിങ്ങൾ പറ. ഞാൻ നമ്മളുടെ അച്ഛന്മാരെ അടച്ചുകുറ്റം പറയുകയല്ല, തെറ്റിദ്ധരിക്കരുത്. എന്നാലും എന്താണ് അവർക്ക് പണത്തോട് ഇത്ര ആർത്തി? അവർക്ക് പെണ്ണും പിടക്കോഴിയുമില്ല, കെട്ടിച്ചൂടാൻ പെമ്മക്കളില്ല. ബിഷപ്പ് ഇഞ്ചനാനിയുടെ കാര്യം വിടുക കേട്ടോ. പിന്നെ നമ്മുടെ നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പോലെ മുകളിലുള്ള ബിഷപ്പുമാർക്ക് വല്ല മാസപ്പടിയും കൊടുക്കേണ്ട ഗതികേട് നമ്മുടെ അച്ഛന്മാർക്കുണ്ടോ എന്നെനിക്കറിഞ്ഞുകൂടാ. ഒരു പക്ഷേ അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ടാകുമായിരിക്കും. അല്ലെങ്കിൽ വിദേശങ്ങളിൽ ജീവിച്ചിട്ട് പോലും ഇങ്ങനെ പിച്ചത്തരം കാണിക്കേണ്ട വല്ല ആവശ്യവുമുണ്ടോ നമ്മുടെ അച്ഛന്മാർക്ക്? അതെങ്ങനാ? കടലിൽ ചാടിയാലും നായ നക്കിയല്ലേ കുടിക്കൂ? എനിക്കറിയാവുന്നിടത്തോളം ഈ പ്രവാസി മലയാളികൾ എന്ത് കാര്യത്തിനും കൈയൊഴിഞ്ഞ് സഹായം ചെയ്യുന്നവരാണ്. ദാനശീലരാണ് ഈ വിദേശ മലയാളികൾ. അത് മലവെള്ളമാകട്ടെ, മണ്ണിടിച്ചിലാകട്ടെ, എന്തുമാകട്ടെ. ഇപ്പോൾ ഈ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ തന്നെ ജാതിമത ഭേദമന്യേ എല്ലാ പ്രവാസികളിൽ നിന്നും ഫണ്ട് ശേഖരണം നടത്തിയിട്ടുണ്ട്. അമേരിക്ക, കാനഡ, യൂറോപ്പ്, ഓസ്ട്രേലിയ, ഗൾഫ് ഇവിടങ്ങളിൽ നിന്നൊക്കെ ജനങ്ങൾ കൈയഴിഞ്ഞ് സംഭാവന കൊടുത്തിട്ടുണ്ട്, ഉദാരമായി സംഭാവന ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇത് അർഹിക്കുന്നവർക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് നമ്മുടെ സീറോ മലബാർ സഭയുടെ പേരിൽ പിരിച്ച തുകകൾ. ഞാൻ ഓസ്ട്രേലിയയിലെ അനുഭവം വെച്ച് പറയുകയാണ്. ഇതവിടെ മാത്രമാണോ നടന്നിട്ടുള്ളൂ? മറ്റു പള്ളികളിലും ഇങ്ങനെ അടിവലിവ് നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു സത്യം പറഞ്ഞാൽ അത് നമ്മുടെ വൈദികർക്കും ധ്യാനക്കുറുക്കന്മാർക്കും മെത്രാന്മാർക്കും ഒന്നും അത്ര രുചിച്ചെന്ന് വരില്ല. പക്ഷെ പറയാതെ പറ്റില്ല. ഈ പ്രവാസി മലയാളികൾ ഈ നാട്ടിൽ നിന്നുള്ള പിരിവുകാരെ കൊണ്ട് ഞെളിപിരി കൊള്ളുകയാണ്. ഒരു ഗത്യന്തരവും ഇല്ല, ഒരു രക്ഷയില്ല. നമ്മുടെ നാട്ടിലെ ബിഷപ്പുമാരും ധ്യാനക്കുറുക്കന്മാരും വിചാരിക്കുന്നത് നമ്മളേതാണ്ട് വിദേശികൾ ഡോളറും യൂറോയും ദിനാറും ഒക്കെ മരത്തിൽ നിന്നിങ്ങനെ പറിച്ചെടുക്കുകയാണ് എന്നാണ്. വിദേശങ്ങളിൽ ജീവിക്കുന്നവർക്കും ചിലവുകളുണ്ട്. UK-യിലും കാനഡയിലും ഓസ്ട്രേലിയയിലുമൊക്കെ ഈടെ പോയിരിക്കുന്നവർ 10-30 ലക്ഷം രൂപ മുടക്കിയാണ് പോയിരിക്കുന്നത്. വെറുതെ അങ്ങ് അമ്മാച്ചന്മാർ കൊണ്ടുപോയതല്ല. അമ്മയുടെ കെട്ടുതാലിയും വീടും പറമ്പും പണയം വെച്ച് വിദേശത്ത് പോയിട്ടുള്ളവരെ എനിക്ക് എനിക്കറിയാം. അങ്ങനെ വന്നിട്ടുള്ളവർക്ക് നാട്ടിൽ ഉത്തരവാദിത്തങ്ങളുണ്ട്. സഹോദരന്മാരെ പഠിപ്പിക്കണം, അപ്പനമ്മമാരെ നോക്കണം. അവർ പ്രായമായവരാണെങ്കിൽ അവർക്ക് ചികിത്സാ സഹായം വേണം. ഇതിനൊക്കെയുള്ള പണം അവർ ഇവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്ത് ഉണ്ടാക്കണം. ഇതുതന്നെയാണ് ഗൾഫ് മലയാളികളുടെയും ഗതി. അവരും മണലാരണ്യത്തിൽപ്പെടുന്ന് കഷ്ടപ്പെടുകയാണ്. ആടുജീവിതം നമ്മളൊക്കെ കണ്ടതല്ലേ. ഗൾഫിലുള്ളവരൊക്കെ വളരെ കഷ്ടപ്പെട്ടാണ് 10 പൈസ ഉണ്ടാക്കുന്നത് കുടുംബം നോക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മുടെ ഈ ധ്യാനക്കുറുക്കന്മാരും ബിഷപ്പുമാരും പള്ളിപ്പണിക്ക് പൈസ നോക്കി വരുന്ന അച്ഛന്മാരുമൊക്കെ പ്രവാസികളെ പിഴിയാൻ കെട്ടി ഇറങ്ങുന്നതിന് മുമ്പ് ഇതൊക്കെ ഒന്ന് ഓർത്തിരുന്നാൽ കൊള്ളാം. നിങ്ങൾക്ക് മനസാക്ഷി ഉണ്ടെങ്കിൽ ദയവായി പൊന്മുട്ടയിടുന്ന താറാവിനെ നിങ്ങൾ കൊല്ലരുത്. ഇനിയിപ്പോൾ പിരിവിൻ്റെ കാര്യം പറയുമ്പോൾ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞു കൊള്ളട്ടെ.
ഇപ്പോൾ വിദേശ പള്ളികളിൽ പുണ്യവാന്മാരുടെ പെരുന്നാളുകൾ ഒരു പണപ്പിരിവ് സംരംഭമായി മാറിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ഞായറാഴ്ചകളിലും ഏതെങ്കിലുമൊക്കെ പുണ്യവാന്മാരുടെ തിരുനാളാണ്. ഞാൻ മുകളിൽ സൂചിപ്പിച്ച ഇടവകയിൽ അടിവലിവ് നടത്തിയ പള്ളിയിൽ മദർ തെരേസയുടെ തിരുനാളുണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പിലത്തെ ആഴ്ച. അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് ആഘോഷിച്ചു. അത് കഴിഞ്ഞ് പിന്നെ മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ. ഓരോ തിരുനാളും ഓരോ കുടുംബ യൂണിറ്റിൻ്റെ പിടലിയിൽ വെച്ച് കൊടുക്കുകയാണ്. ഇനി മറ്റൊരു വാർത്ത ഓസ്ട്രേലിയയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. വീണ്ടും ഞാൻ പള്ളി ഏതാണെന്ന് പറയില്ല, അവരൊക്കെ കൂടി എന്നെ വളഞ്ഞിട്ട് ആക്രമിക്കും. ആ പള്ളിയിൽ ഈയിടെ ഗ്രാൻഡ് പാരൻസിനെ ആദരിക്കുന്ന ഒരു ചടങ്ങ് നടന്നു. സത്യം പറഞ്ഞാൽ ഓസ്ട്രേലിയയിൽ മലയാളി ഗ്രാൻഡ് പാരൻസ് ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. കാരണം അവിടെ മിക്കവാറും പുതിയ കുടിയേറ്റക്കാരാണല്ലോ, പുതുമുഖങ്ങൾ. ഏതായാലും അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങ് വെച്ചു. നല്ല കാര്യം, അടിപൊളി. ഞാനോർത്തു അവർക്ക് നല്ലൊരു സദ്യയും പൊന്നാടയും ഒരു പെഗുമൊക്കെ കൊടുക്കുമെന്ന്. മാങ്ങാത്തൊലിയാണ്, മാങ്ങാത്തൊലി. ആദരിക്കപ്പെടുന്നതിൻ്റെ ചിലവ് ഗ്രാൻഡ് പാരൻസ് തന്നെ വഹിക്കേണ്ടി വന്നു. എങ്ങനെയുണ്ട്? ഇനി അതിൽ നിന്ന് എന്തെങ്കിലും അടിവലിവ് പള്ളി ഉണ്ടാക്കിയോ എന്നാണ് എൻ്റെ സംശയം. ഇനി ഓസ്ട്രേലിയയെ പറ്റി പറയുമ്പോഴത്തേക്കും ഒരു ന്യൂസും കൂടിയിരിക്കട്ടെ. മറ്റൊരു വാർത്ത, അവിടെ ഒരു കുട്ടിയുടെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ്, ആദ്യ കുർബാന കൈക്കൊള്ളൽ. അവിടുന്ന് ബഹുമാനപ്പെട്ട ബിഷപ്പ് വരുന്നുണ്ട്, വരണമല്ലോ. മുഖ്യ കാർമ്മികൻ അദ്ദേഹമാണ്, ബിഷപ്പ്. അതിനു മുമ്പ് പക്ഷെ വികാരി അച്ഛൻ്റെ ചില മുന്നറിയിപ്പുകളും വാണിങ്ങുകളും കുട്ടികളുടെ മാതാപിതാക്കൾക്ക് അദ്ദേഹം കൊടുത്തു. ഒന്ന്, ബിഷപ്പിന് നല്ലൊരു ബൊക്കെ കൊടുത്തിരിക്കണം. പിന്നെ ബിഷപ്പിൻ്റെ കൈ ഇങ്ങനെ ഒന്ന് മുത്തണം, അത് ശരിക്ക് ആത്മാർത്ഥമായിട്ട് മുത്തണം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ്, വിരുന്നിന് മദ്യം വിളമ്പാൻ പാടില്ല, അത് നിർബന്ധമാണ്. നോ മദ്യം. കുരുത്തം പോലെ സദ്യയ്ക്ക് കറികൾ എന്തൊക്കെ വേണമെന്ന് അച്ഛൻ തീരുമാനിക്കാതിരുന്നത് ഭാഗ്യം. അപ്പോൾ ഇതൊക്കെയാണ് ഓസ്ട്രേലിയൻ വാർത്തകൾ. കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. എല്ലാവർക്കും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ വന്ന് എന്നെ പൊങ്കാലയിടാം. ഇറ്റ്സ് എ ഫ്രീ കൺട്രി. താങ്ക് യു വെരി മച്ച്.